കാരണം എന്താന്ന് വെച്ചാ നീ നിന്റെ ലൈഫിൽ കേട്ട ഒരു ബെസ്റ്റ് പിക്കപ്പ് ലൈൻ പറ. എന്നോട് പറയണമെന്നില്ല, വേണമെങ്കിൽ ക്യാമറ നോക്കി പറഞ്ഞോ. അത് പറയണോ? ഞാൻ കേട്ട ബെസ്റ്റ് പിക്കപ്പ് ലൈന് ഞാൻ സെക്കൻഡ് ബെസ്റ്റ് പറയാം. എന്നാ ഫസ്റ്റ് എനിക്ക് ഇതിന് ശേഷം കേൾക്കാം. എന്താണത് പിക്കപ്പ് ലൈൻസ്? സത്യം പറഞ്ഞെങ്കിൽ പെട്ടെന്ന് പറയുമ്പോ അങ്ങനെ ഓർമ്മ വരുന്നില്ല, പക്ഷെ അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈസ് യുവർ ഡാഡ് എ തീഫ് because he stole those stars and kept in your eyes. അല്ലെങ്കിൽ did it hurt when you fall from the heaven? അല്ല, did your knees hurt? അപ്പം no, because when you fell from heaven. ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട്. പിന്നെ are you a parking ticket because you are all fine over? പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് പിക്കപ്പ് ലൈൻസ് ആയിട്ടുള്ള പ്രശ്നം. ടോപ്പ് വൺ എപ്പോഴും ടോപ്പ് വൺ പറയുള്ളൂ. സ്മൂത്ത് അല്ലേ? ടോപ്പ് വൺ ഞാൻ ഫസ്റ്റിലെ ലൈൻ പറയാം, ബാക്കിയൊക്കെ നിങ്ങളൊരു ഇന്റലിജൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഇതാക്കും. ആർ യു എ ബൗളിംഗ് ബോൾ? അതാണ് ഫസ്റ്റ് ലൈൻ. ബാക്കി ഞാൻ അവര് തീരുമാനിച്ചോട്ടെ, അവര് കംപ്ലീറ്റ് ചെയ്യട്ടെ. നീ പറ പിക്കപ്പ് ലൈൻ ഇഷ്ടമില്ലാത്തത്. ബിക്കോസ് ഐ വാണ്ട് ടു. ഇതിന് IQ 100 ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് പിക്കപ്പ് ലൈനിന്റെ പ്രശ്നം. കാരണം എന്താന്ന് വെച്ചാല് പിക്കപ്പ് ലൈൻസ് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ നീ കേട്ട നിന്റെ ലൈഫിലെ ബെസ്റ്റ് പിക്കപ്പ് ലൈൻ ആയിരിക്കും, പക്ഷെ നീ പറയുമ്പം ഇത് കേൾക്കുന്ന കുറെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും, ഓ ഭയങ്കര ക്രിഞ്ച്, ഭയങ്കര കോണി, നോട്ട് ഫണ്ണി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഭയങ്കര ഹിറ്റ് ഓർ മിസ് ആണ്. അവിടെയാണ് ഒരാളെ സ്കില്ല്. ആ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് അനുസരിച്ച് ആ റെഡ് ടാർഗറ്റ് കണ്ട് എറിഞ്ഞ് വീഴ്ത്തണം. ഇതന്നെ ഈ പിക്കപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് ഓർ മിസ് ആണ്. അതായത് ചിലവർക്ക് നമ്മൾ പറയുന്ന പിക്കപ്പ് ലൈന് ബെസ്റ്റ് പിക്കപ്പ് ലൈൻ എവർ ആയി ഫ്ലാറ്റ് ആവുന്നു. അതെ, പക്ഷെ ചിലവർക്ക് എനിക്ക് ഇനി ജീവിതത്തിൽ ഇവനെ കാണണ്ടെന്ന് തോന്നും. അതെ, what a guy എന്നൊക്കെയുള്ള പോലെ തോന്നാം. പക്ഷെ അൺഡിഫീറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് സംഭവമുണ്ട്, ബീങ് എ ജെന്റിൽമാൻ. കാരണം ഇപ്പത്തെ കാലത്തൊന്നും എല്ലാവർക്കും ഒന്നും ജെന്റിൽമാനെ പറ്റൂല. കാരണം പ്രോപ്പറായിട്ട് സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്നേഹിച്ചാൽ ആഫ്റ്റർ ദേ ഗെറ്റ് ടുഗദർ ആണ്. അങ്ങനെ ഞാൻ ഓക്കെ. പക്ഷെ ചില പെൺകുട്ടികൾക്ക് ബാഡ് ബോയ്സിനെ ഇഷ്ടം. അപ്പോഴോ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അല്ല, ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും കാണുന്നുണ്ട്, എന്റെ പല ഫ്രണ്ട്സും ഇവരെ ലൈഫില് നല്ല ചെക്കന്മാരുണ്ടാവും, അതായത് ഇവരെ നല്ല പൊന്നുപോലെ നോക്കുന്ന, ഇവരോട് ഇഷ്ടം. പക്ഷെ അവരോടൊന്നും ഇവർക്ക് വലിയൊരിതുണ്ടാവില്ല. പിന്നെ കുറെ വാക്കിംഗ് റെഡ് ഫ്ലാഗ്സ് ലൈഫില്. ഇവരൊരു മൈൻഡും ഇല്ലാത്ത എല്ലാ ചെറ്റത്തരും കയ്യിലുള്ള, പക്ഷെ ഓരോട് ഇവർക്ക് ഭയങ്കര ഇഷ്ടം. സംഭവം എന്താ അറിയോ, ഒരു അഡ്വഞ്ചർ ഒക്കെ വേണം ലൈഫില്, അതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ ഡെഫിനറ്റ് മിസ് അല്ല, ഈ ബീങ് എ നൈസ് ഗൈയും ബീങ് എ ജെന്റിൽമാനും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് കാര്യങ്ങളാണ്. ഞാൻ ഈ ടോപ്പിക്കിലേക്ക് അത് കടക്കുന്നില്ല. ഇതിനെ കുറിച്ച് നീ നമ്മുടെ ശ്രീഹരിന്റെ സ്റ്റോറി. ശ്രീഹരിന്റെ എന്താ വെച്ചാൽ, ശ്രീഹരി നമ്മളെ എഡിറ്ററാണ്. അതെ, നമ്മള് ഒരു വാലന്റൈൻസ് ഡേന്റെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോ നമ്മളൊരു ടിപ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളോട് നിങ്ങൾ പോയി നിങ്ങളെ ഇഷ്ടം പറഞ്ഞു. അഥവാ ഞാൻ വാലന്റൈൻസ് ഡേ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനു മുന്നേ നമ്മൾ ഇൻസ്റ്റാഗ്രാം ലൈവിലാണ് ഇത് പറഞ്ഞത്. അതിലാണ് ശ്രീഹരി കേട്ടത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ലൈവിൽ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിനോട് നിങ്ങൾ ക്ലോസ് ആണെങ്കിൽ പോയി പറഞ്ഞോളൂ അവരുടെ ഇഷ്ടം. ഞാൻ അഥവാ അവര് നിരസിക്കുകയാണെങ്കിൽ എന്തൊരു പ്രാങ്ക് ആണ്, ഹൈ ഗോച്ച എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങ് സ്കിപ്പ് ചെയ്യാന്നുള്ളൊരു ടിപ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ ശ്രീഹരി എന്ത് ചെയ്തു, ഇവന്റെ ഫ്രണ്ടിനോട് ഇത് പറഞ്ഞിട്ട് ഇവന്റെ ഫ്രണ്ട് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താണ്ട് ഫ്രണ്ടിന് അങ്ങ് സെറ്റായി. എന്നിട്ട് ശ്രീഹരിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷെ കോളേജിൽ പോയപ്പോ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഫ്രണ്ട് യൂസ് ചെയ്താ എനിക്ക് വാലന്റൈൻ സെറ്റായിതാണ്. അപ്പൊ ഞാൻ ശ്രീഹരിനോട് എന്താ ശ്രീഹരി നീ സെറ്റാക്കുന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വഴി തെറ്റിക്കല്ല, കാരണം പ്രണയം എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഒന്നാണ്. കല്യാണം വരെ കാത്തു നിൽക്കണം ഞാൻ വിശ്വസിക്കുന്നില്ല.